ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുമ്പോഴൊക്കെയാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, ആരെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വാസ്തുശാസ്ത്രത്തിലൂടെ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിഥിയായിത്തീരിക്കുന്നത് പ്രശസ്ത വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റുമായ ശ്രീ കെ മുരളീധരൻ നായർ. സാറിനെ നമുക്ക് ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, നമ്മളൊരു വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതായിരിക്കുമോ നല്ലത്? തീർച്ചയായിട്ടും. നമുക്ക് ആദ്യം ഒരു സ്ഥലം സ്വന്തമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാങ്ങുകയോ, ഇപ്പോൾ ഒന്നുകിൽ എല്ലാവർക്കും തന്നെ സമചതുരമായിട്ടുള്ള ഭൂമി കിട്ടില്ല, അല്ലെങ്കിൽ ദീർഘചതുരമായിട്ടുള്ള ഭൂമി കിട്ടില്ല. അപ്പോൾ എങ്ങനെ അറിഞ്ഞിരുന്നാലും ഭൂമി വാങ്ങിയ ശേഷം കോണുകളൊക്കെ ഉണ്ടെങ്കിൽ വീട് വയ്ക്കാനുള്ള ഭാഗം ഒന്നുകിൽ സമചതുരമാക്കണം അല്ലെങ്കിൽ ദീർഘചതുരമാക്കണം. അപ്പോൾ ദീർഘചതുരമായിട്ട് തെക്ക് വടക്കായിട്ട് നമുക്ക് ഭൂമി വാങ്ങാൻ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സമചതുരം രണ്ട് രീതിയിലും വരാം. ഇപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, തെക്ക് വടക്കായിട്ട് നീളത്തിൽ കിടക്കുന്ന ഭൂമിയാണ് വാങ്ങാൻ പറ്റുമോ എന്ന്. അത് നല്ല ഭൂമിയാണ്, എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് വാങ്ങാൻ പറ്റുമോ. വളരെ വളരെ നല്ല ഭൂമിയാണ് തെക്ക് വടക്കായിട്ട് നീളത്തിൽ കിടക്കുന്ന ഭൂമി. അപ്പോൾ നമുക്കൊരു ഭൂമി നമുക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നാൽ വീട് വയ്ക്കാനുള്ള ഭാഗം ആവശ്യമില്ലാത്ത വൃക്ഷങ്ങളെല്ലാം ഉണ്ടെങ്കിലൊക്കെ തന്നെ മുറിച്ച് മാറ്റണം. വൃക്ഷങ്ങൾ അത് നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ, അല്ലാത്ത ഭാഗങ്ങൾ വൃക്ഷങ്ങൾ നിന്നോട്ടെ, കുഴപ്പമില്ല. ഇടുങ്ങിയൊക്കെ ചില വീടുകളുടെ അറ്റത്തായിട്ട് വീടിന് അടുത്തായിട്ട് ഇങ്ങനെ ഇടുങ്ങിയൊക്കെ വൃക്ഷം നിൽക്കും. അത് തെങ്ങാണെങ്കിൽ വെട്ടി മുറിക്കണ്ടെന്ന് വിചാരിച്ച പല വർഷം തെങ്ങ് നമുക്ക് വീടിന്റെ ചുറ്റും നിൽക്കുന്ന യാതൊരു കുഴപ്പമൊന്നുമില്ല. അല്ല, വീടിനോട് വളരെ ചേർന്ന്, അതിപ്പോഴും സ്വർണം കായ്ക്കുന്ന മരമായിരുന്നാലും വീടിനോട് ചേർന്ന് നിന്നാലും ശരിയാകില്ല. അത് നമ്മൾ മുറിച്ച് മാറ്റാൻ തന്നെ വേണം. അല്ലാത്ത രീതിയിൽ വൃക്ഷങ്ങൾ നിൽക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പിന്നെ വൃക്ഷങ്ങൾ നിർത്തേണ്ട ചില വൃക്ഷങ്ങളൊക്കെ നിർത്താവും. നമുക്ക് വീടിന്റെ കാമ്പൗണ്ടിനകത്ത് നിർത്താൻ വയ്യാത്ത പല വൃക്ഷങ്ങളുണ്ട്, അതിനൊന്നും നിർത്തേണ്ട കാര്യമില്ല. എന്തായിരുന്നാലും നമ്മളൊരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാൻ വരയ്ക്കാൻ അറിയത്തക്ക ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് സ്ഥലമെല്ലാം അളന്നിട്ട് ആ ഒരു പ്ലാൻ നമുക്ക് ആദ്യം വരയ്ക്കണം. പ്ലാൻ വരയ്ക്കുമ്പോൾ ആദ്യം റഫായിട്ടൊന്ന് വരച്ചെടുക്കുക. റഫായിട്ട് വരച്ചെടുത്തിട്ട് ഈ വാസ്തുശാസ്ത്രമായിട്ട് അറിയത്തക്ക ഒരാളിനെ കൊണ്ട് ഇത് കാണിക്കണം. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട റൂമുകൾ വരണം, എങ്ങനെ വരണം. അപ്പോൾ ഒരു ഫാമിലി അവരെ വരെല്ലാം കൊണ്ട് ചെന്ന് കുടുംബക്കാർക്ക് ചർച്ച ചെയ്യണം. മക്കൾ ചിലപ്പോൾ 2-3 പേര് കാണാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കാണും, വയസ്സവർ കാണും, അവർ ഭാര്യയും ഭർത്താവരുണ്ടാവും, അതിനൊരു ഗസ്റ്റ് മുറി ഉണ്ടാവും. സാമ്പത്തികമായിട്ട് വളരെ ചുരുങ്ങിയ ആൾക്കാരാണെങ്കിൽ അവരെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങിയായിരിക്കണം. അപ്പോൾ ഇതെല്ലാം അവർ കുടുംബക്കാർ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് വേണം ഒരു വീട്ടിലേക്ക് വേണ്ടി നമ്മൾ ഒരു രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ആ ആവശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ തീർച്ചയായിട്ടും ആ പ്ലാൻ വരയ്ക്കുന്ന ആളുടെയും പറഞ്ഞു കൊടുക്കണം. എന്താ സാർ, നമുക്കൊരു കോൾ ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാനിത് പത്തനംതിട്ട ജില്ലന്നാണ്. ആരാണ്? ബിന്ദു എന്നാണ് പേര്. ഓക്കെ, സംസാരിച്ചോളൂ സാറിനോട്. പറയൂ ബിന്ദു, എന്താണ്? സാറേ, ഞാൻ വിളിച്ചത്, ഞങ്ങള് എന്റെ ഹസ്ബൻഡ് വെളിയിലാണ്. അപ്പൊ ഞങ്ങക്ക് കുടുംബത്തിൽ വസ്തു വന്നിട്ടുണ്ട് വീട് വെക്കാൻ വേണ്ടി. അപ്പം ആ വസ്തുവിന് ചേർന്ന് ഗുരുമന്ദിരം ഉണ്ട്, ഗുരുമന്ദിരം. അപ്പൊ അതിനോട് ചേർന്നാണ് വസ്തു. അപ്പൊ അതുകൊണ്ട് ആ വസ്തുവില് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം അല്ലെങ്കിൽ നമ്മൾ വെക്കുന്നോണ്ട് എന്തെങ്കിലും? നാരായണ ഗുരുദേവന്റെ മന്ദിരമാണോ ഉദ്ദേശിക്കുന്നത്? ശ്രീനാരായണ ഗുരുമന്ദിരം ഉണ്ട്. അതിനെന്താ, അതിനൊരു കുഴപ്പമില്ലല്ലോ. അദ്ദേഹത്തിന്റെ മന്ദിരത്തിനോട് ചേർത്ത് വീട് പണിയെന്നുള്ള ഐശ്വര്യമേ ഉള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിളിച്ചതിന് വളരെയധികം നന്ദി. അപ്പോഴൊരു ഒരു പ്ലാൻ വരയ്ക്കുന്ന ഒരാളെ വിളിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ സെറ്റപ്പ് ആക്കിയിട്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ബെഡ്റൂം നമ്മുടെ ദമ്പതിമാർ കിടക്കാൻ വേണ്ടിയുള്ളത് കന്നിമൂല ബെഡ്റൂം, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കന്നിമൂല ബെഡ്റൂം, അതല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള ബെഡ്റൂം. അവിടെയാണ് ദമ്പതിമാർക്ക് കിടക്കാൻ ഏറ്റവും പറ്റിയ മുറികൾ. പിന്നെ വയസ്സായ നമ്മുടെ അച്ഛനുമൊക്കെ ഉണ്ട്, പ്രായമുള്ളവരാണ്, അവർക്ക് കിടക്കാൻ നമുക്ക് വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് വരുന്നെങ്കിൽ ആ മുറി നമുക്ക് അവർക്ക് കൊടുക്കാം. കുട്ടികൾക്ക് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള അഗ്നികോണിൻ്റെ ഭാഗത്തുള്ള മുറികൾ പഠിക്കാൻ കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അത് ഈ അഗ്നികോണിൻ്റെ ഭാഗത്തുള്ള മുറി, തെക്ക് കിഴക്കേ മൂലഭാഗത്തുള്ള മുറി ഫാമിലിക്ക് എടുക്കുന്ന അത്ര ശരിയല്ല. പിന്നെ അല്ലാതെ തന്നെ കിഴക്കും പടിഞ്ഞാറും വരുന്ന കുട്ടികൾക്ക് പഠിക്കാനൊക്കെ എടുത്ത് കൊടുക്കാം.
പിന്നെ ഈ ഡൈനിങ് ഹാളൊക്കെ കൊടുക്കുമ്പോൾ ഒന്നുകിൽ പടിഞ്ഞാറ് ഭാഗത്ത് അവൻ്റെ സൂര്യകിരണങ്ങൾ വരുന്ന ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തൊക്കെ കൊടുക്കണം. ഏതായിരുന്നാലും സൂര്യകിരണങ്ങളൊക്കെ ഒന്ന് സ്വല്പം നല്ല വെട്ടമൊക്കെ ഉള്ള ഭാഗത്തായിട്ട് ഡൈനിങ് ഹാൾ കൊടുക്കുന്നതാണ് നല്ലത്. സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ വടക്ക് കിഴക്ക് മൂലഭാഗത്ത് ഈശാന കോണെന്ന് ആ ഭാഗത്ത് കൊണ്ട് വെയിറ്റ് കൊടുത്ത് ആ മൂലഭാഗത്ത് നിന്ന് ആരംഭിക്കുക. അകത്ത് ഇൻസൈഡും ശരി ഔട്ട്സൈഡ് ശരി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തെക്ക് കിഴക്കേ മൂലഭാഗത്ത് വെളിയിൽ കൂടെ ആയിരുന്നാലും ശരി അകത്തായിരുന്നു ശരി അവിടെ നിന്ന് വെയിറ്റ് കൊടുത്തുകൊണ്ടുള്ള നിർമ്മാണം സ്റ്റെയർ കേസ് പാടില്ല. അല്ലാത്ത ഭാഗങ്ങളിൽ എവിടെ നമുക്ക് ഇവിടെ എല്ലാം കൊടുക്കാം. ക്ലോക്ക് വൈസിൽ എടുക്കണം, ആൻറ്റി ക്ലോക്ക് വൈസല്ല, ക്ലോക്ക് വൈസ്. സൂര്യനെ ഭൂമി ചുറ്റുന്ന ക്ലോക്ക് വൈസില്ല. നമ്മൾ അതൊക്കെ കണക്കാക്കാണ് ഇതിനകത്ത് എടുക്കുന്നത്. ഈ വാസ്തുശാസ്ത്രത്തിൽ ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. വീണ്ടും ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കണ്ണൂരിന് ശോഭനയാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. ഞാൻ 15 വർഷം മുന്നേ എടുത്തൊരു വീടാണ്. അപ്പൊ ആ വീടിന്റെ എടുത്ത ഇപ്പൊ ഒരു നമ്മൾക്ക് മുറി കൂട്ടിയെടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ച് ഞങ്ങളെ പൂർവികർ വാങ്ങിച്ചതാണ്. അപ്പൊ അവിടെ ഒരു ദേവസ്ഥാനം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാനം അവിടെ ഉണ്ട്. ഞങ്ങള് അവിടെ അവിടുത്തെ വിളക്ക് കത്തിക്കുന്നില്ല, വീട്ടിൽ കത്തിക്കുന്ന വിളക്ക് അവരെ കാണിക്കാറുണ്ടായിന്. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ അതിന്റെ ദോഷം കൊണ്ടാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് വീട്ടില് ഇവിടെ നിന്നിട്ട് ആദ്യത്തെ ഒരു 10 വർഷം അങ്ങനെ കാര്യമായിട്ട് വിഷമം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ പഴയ വീട് വിലക്ക് വാങ്ങിച്ചതാണോ? കുട്ടികളെ കുടുംബജീവിതവും ഒന്നും ഒരു ശരിയല്ല. ഈ കുടുംബ വീട്ടിൽ പണ്ട് നേരത്തെ തന്നെ നമുക്ക് ഈ വിളക്കെല്ലാം കത്തിക്കുന്ന ആരാധിച്ചുകൊണ്ടിരുന്ന ചെറിയ ക്ഷേത്രം, അതായത് തെക്കതുപോലുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ വീടിന്റെ ഭാഗത്ത്? വീടിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അച്ഛന്റെ തറവാട്ട് ഭാഗ വേറെ തന്നെ കോട്ടൊക്കെ ഉണ്ട്. അതല്ല, ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. പറമ്പില് ഒരു വീടിന്റെ ഈ പുരയിടത്തിലൊരു സ്ഥലമുണ്ട്. അതിന് വേറെ ഒരു അധികമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വിളക്ക് കത്തിക്കത്തക്ക ആരാധിക്കത്തക്ക ഒരു സ്ഥലം കോമ്പൗണ്ടിനകത്തുണ്ട്. സാധാരണ ഇതിൽ നമ്മൾക്ക് കാലാകാലങ്ങളിൽ വച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചില പൂജ സംബന്ധമായ ചില സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഇപ്പോഴത്തെ ആധുനിക കാലത്തിൽ അവർ പല ആൾക്കാരും തന്നെ പണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന അതേ രീതിയിലൊന്നും ആരാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പറയൂ. ഇവിടെ അതിന് ഒരൊട്ട് മുന്നിലായി പോയി വീട്. മുന്നില് വരാൻ പാടില്ല. മുന്നിലോട്ട് ശരിക്കും ഇങ്ങനെയുള്ള കേസല്ല. പണ്ടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ആരാധനയൊക്കെ ഭാഗം നമ്മുടെ വീടിന്റെ കിഴക്ക് ദർശനമുണ്ടിരിക്കുന്ന വീടിന്റെ ഒക്കെ തെക്ക് ഭാഗത്തൊക്കെയാണ് സാധനം കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷെ പഴയ തറവാട്ടിലൊക്കെ ശക്തമായ പൂജാമുറികൾ ചില ഭാഗത്തുണ്ടാകും. വീടിനകത്ത് തന്നെ വടക്ക് കിഴക്ക് മൂല ഭാഗത്തുള്ള മുറികളൊക്കെ പൂജാമുറിയായിട്ടെടുക്കും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നല്ല രീതിയിൽ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പുതിയ തലമുറ അതൊക്കെ ഒരുമാതിരി നിഷ്ഠമായ രീതിയിൽ കൂടെയൊക്കെ കൈകാര്യം ചെയ്യും. അപ്പോൾ അതിന് അതിൻ്റെതായ ദോഷവശം ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോഴേ നിർമ്മാണ പ്രവർത്തനം വല്ലതും ചെയ്തിട്ടുണ്ടോ? അതില് ഇപ്പോ ഞാൻ ഒരു റൂം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് വാസ്തുശാസ്ത്രത്തിന്റെ കൂട്ടിക്കൊണ്ടുവച്ചിട്ടുണ്ടായി. ഒരു മുറിയും കൂടെ വെക്കാൻ. ഒരു മുറി വയ്ക്കുമ്പോൾ അത് ശാസ്ത്രാലയത്തേക്ക് ഒരാളിനെ വിളിച്ചുകൊണ്ട് കാണിച്ച ശേഷമേ പഴയ വീട്ടിൽ ചെയ്യുക കേട്ടോ, അല്ല ചെയ്യരുത്. അവര് വന്ന് നോക്കിയിട്ടൊന്ന് ശരിക്കും ഇതിനെ പറ്റി ചെയ്യാന്ന് പറഞ്ഞു. കാണിച്ചിട്ട് അഭിപ്രായം അനുസരിച്ച് ചെയ്യുക. കാരണം പഴയ വീട് പ്രത്യേകിച്ച് ആരൂടെ കണക്കുള്ള വീട് നിൽക്കുകയാണെങ്കിൽ, ആരൂടെ കണക്കുള്ള വീടുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതിനൊരു മുറി എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ വളരെ നോക്കിയിട്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ വളരെ ദോഷങ്ങൾ സംഭവിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. കുടുംബ വീടായിരുന്നു അവരുടെ, അതിന് മുറി കൂട്ടിയെടുക്കുന്നുണ്ട്. പലർക്കും പറ്റുന്നൊരു കുഴപ്പമാണ് ഈ പണ്ട് കാലത്ത് വച്ചാരാധിക്കുന്ന ചിലൊരു ഭാഗങ്ങൾ കാണും. ആ ഭാഗങ്ങൾ പണ്ടത്തെ കാരണം അവർ അതിൻ്റെതായ രീതിയിൽ അവർ ആഹാരം കഴിച്ചില്ലെങ്കിലും ശരി ആവാൻ നോക്കുന്നതായിരിക്കും. ചില പ്രത്യേക ചൈതന്യങ്ങളുണ്ട്. സാർ, ഇപ്പം ഇവർ ഈ കോളർ ചോദിച്ച പോലെ ഇപ്പം ഒരു വീട് വെക്കുന്നു, അത് വളരെ കുറവ് മുറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കത് കൂട്ടിയെടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ അല്ല, നമുക്കൊരു ഓവർ സൃഷ്ടിച്ച്, അതായത് ശരിയായിട്ടൊരു വാസ്തുശാസ്ത്രപരമായ കണക്കിലൊരു വീട് വെച്ച് കിട്ടിയ നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുന്ന ഒരു വീടാണെങ്കിൽ രണ്ടാമത് വീണ്ടും ഒരു മുറി, അതായത് ചെറുമക്കളെ കല്യാണമാവാം അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ച അങ്ങനെ വരുമ്പോൾ എവരെ തോന്നിയ ദിവസം പോലെയൊക്കെ ഓരോയിടത്തും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. അവിടെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാവേണ്ടത്. അത് ചെയ്യാം, പക്ഷെ വളരെ നോക്കിയെടുത്ത് ചെയ്യാവൂ. ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത് പണ്ടത്തെ ആരൂടെ കണക്കിലുള്ള വീടുകൾക്ക് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത്. അവർ കഴുക്കോലിനൊക്കെ സൈഡൊക്കെ അറുത്ത് മുറിച്ച്
കോൺക്രീറ്റ് കൊണ്ടെല്ലാം കയറ്റി ഒരു മുറി 2 മുറി അവർ തോന്നുന്ന ദിവസങ്ങൾ കെട്ടി. അതോടുകൂടി തന്നെ ആ വീടിൻ്റെ സന്തുലനാവസ്ഥ പാടെ നശിക്കും. പിന്നെ എന്നും പ്രശ്നങ്ങളാണ്. വളരെ സന്തോഷത്തോടെ വരുന്ന കുടുംബങ്ങൾ തമ്മിൽ എന്നും വഴക്കും വീളായിരിക്കും. കാരണം ആ വീട്ടിനകത്ത് കയറി എന്ന് ശത്രു മനോഭാവത്തോടെ വീക്ഷിക്കുകയുള്ളൂ. ഈ ആരുടെ കണക്കുകളെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ കണക്കുകളാണ്. ആരുടെ വെച്ചാൽ നമ്മുടെ നട്ടലും വാരിയിലും ആ മനുഷ്യൻ്റെ ആരിയിലൊക്കെയാണ് ഇതിൻ്റെ കണക്കുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ അറുത്ത് മുറിച്ച് എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെയാണ് എൻ്റെ ഇത് കേട്ടോ. നമ്മൾ വീട് വെക്കുമ്പോൾ ഓരോ മുറികൾ അപ്പോഴും നേരത്തെ പറഞ്ഞു സ്റ്റെയർ കേസ് എപ്പോഴും തന്നെ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് നിന്ന് കൊടുക്കരുത്, അല്ലാത്ത ഭാഗത്ത് കൊടുക്കുമ്പോൾ ക്ലോക്ക് വൈസിലായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യം ഒരു 2 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 2 കുട്ടികളുണ്ട്, അവരെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു വീട് മാത്രമേ പണിയാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തൊട്ട് അയൽവക്കത്ത് അല്ലെങ്കിൽ എൻ്റെ അയൽവാസി അല്ലെങ്കിൽ ഒരു ബന്ധു വലിയൊരു വീട് വെച്ചേക്കാണ്, അവർക്ക് സാമ്പത്തിക ചുറ്റുപാടും കാര്യങ്ങളും ഉണ്ടെന്ന് നോക്കിയാൽ. അപ്പോൾ അതുപോലെ കടമെല്ലാം വാങ്ങിച്ചൊക്കെ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ കയറി താമസിക്കാൻ ഒരു മനസ്സമാനം കിട്ടില്ല. ബാങ്കുകാർ വെറുതെ അല്ലല്ലോ ലോൺ തരുന്നത്, അവർ പലിശ ഉൾപ്പെടെ നമ്മൾ തിരിച്ചുപിടിക്കില്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോരുത്. എപ്പോഴും നമ്മുടെ കൊക്കിൽ ഒതുങ്ങത്തക്ക രീതിയിൽ, അതായത് അവരവരുടെ സാമ്പത്തിക ചുറ്റുപാടിനനുസരിച്ച് മാത്രമേ ഒരു വീട് വയ്ക്കാൻ പോകാവൂ. അപ്പോൾ അതിനകത്ത് നിൽക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകത്തക്ക രീതിയിൽ. നമ്മൾ കടവും കാവലും വെച്ച് ഒരു വലിയൊരു വീടൊക്കെ വച്ചിരുന്നാലും മനസ്സമാനം കിട്ടണ്ടേ. പിന്നെ ഉപയോഗം താഴെ എവിടെയെങ്കിലും 1-2 മുറി ഉപയോഗിക്കും, വേറെ എല്ലാം അടച്ചിട്ടേക്കും. അത് ഇതുപോലൊരു നെഗറ്റീവ് എനർജി കയറി വീടിന് പ്രശ്നങ്ങളുണ്ട്. അതല്ലെങ്കിൽ ശരി ലോണൊക്കെ എടുത്ത് വയ്ക്കാം, നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വാടക കൊടുക്കത്തക്ക രീതിയിലാണെങ്കിൽ ചെയ്യാം. അവിടെ ഒരാൾ താമസം ഉണ്ടാവും, താഴെ താമസിക്കണം, പ്രശ്നമൊന്നുമില്ല. പൂജാമുറിയെ കുറിച്ച് കൂടി ഒന്ന് പറയണം. എവിടെ പൂജാമുറി എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് എപ്പോഴും തന്നെ ഒരു വീട്ടിൻ്റെ പൂജാമുറി പറയുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്ന ആദ്യം ചോദിച്ചാൽ എവിടെയാണ് സ്ഥാനം എന്ന് ചോദിച്ചിരുന്നാൽ വടക്ക് കിഴക്കേ മൂല ഈശാന കോണ് ആ വീടിൻ്റെ സ്ഥാനം ശരിക്കതാണ്. ആ വടക്ക് കിഴക്കേ മൂല ഭാഗം തന്നെയാണ് പൂജാമുറിക്ക് ഏറ്റവും നല്ലത്. പിന്നെ അവിടെ നമുക്കിപ്പോഴും ഒരു മുറിയെല്ലാം വരികയാണ്. പിന്നെ എങ്കിൽ ആ ഗ്രഹാന്തരീക്ഷത്തിന് അനുസരണമായിട്ട് ഒരു ഗ്രഹം പണിയുമ്പോൾ ആ ഗ്രഹത്തിന് അനുസരണമായിട്ട് നമുക്ക് എവിടെ വേണോ നമുക്കൊരു പൂജാമുറി വയ്ക്കാം. പിന്നെ പൂജാമുറി കെട്ടാൻ നമുക്ക് സ്ഥലമൊന്നുമില്ല, ഒന്നും വേണ്ട, ഒരു ചെറിയ സ്റ്റാൻഡെല്ലാം വെച്ചിട്ട് വിളക്ക് വയ്ക്കത്തേക്കല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബിനിയുടെ ഈ തോളിൻ്റെ ഉയരോട്ട് പൊങ്ങരുത്, കണ്ടത്തിന് ഉയരോട്ട് പൊക്കാൻ പാടില്ല. അത് താഴെ തറ മുതൽ അതുവരെ പൊക്കാം. എന്നിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് പടങ്ങൾ ശൈവം വൈഷ്ണവം എന്നുള്ളതൊക്കെ എല്ലാം വീട്ടിനകത്ത് അതൊന്നും പ്രശ്നമൊന്നുമില്ല. മനസ്സിൽ എന്താണ് സന്തോഷം കാണുന്നത് അതെല്ലാം ചെയ്യാം. ഗ്രഹത്തിൽ മനുഷ്യനാണ് പ്രാധാന്യം, അമ്പലത്തിൽ ദേവനാണ് പ്രാധാന്യം. അപ്പോൾ നമ്മളൊന്ന് തൊഴുന്നത് കിഴക്കോട്ടായിരിക്കണം, പടമെല്ലാം വയ്ക്കുക പടങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറോട്ടായിരിക്കണം. അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ തിരിച്ച് പടങ്ങളെല്ലാം തന്നെ കിഴക്കോട്ട് നമ്മൾ നിന്ന് തൊഴുന്നത് പടിഞ്ഞാറോട്ടും വരാം, തടസ്സമൊന്നുമില്ല. പിന്നെ ഇതിനു വേണ്ടി ഒരു പൂജാമുറി വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ലോണൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അതിനൊരു പൂജാമുറി വയ്ക്കുമ്പോൾ തന്നെ ഒരു ബെഡ്റൂം കൊടുക്കേണ്ട സ്ഥലം അങ്ങ് പോകും. അങ്ങനെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിയുള്ളൂ, ഒരു പുറത്തോട്ടൊക്കെ പോയാണ്, ഇവിടെ നമ്മൾ ട്രിവാൻഡ്രം മാത്രമല്ല ഞാൻ പറയുന്നത്, പുറത്തൊക്കെ പോകുമ്പോൾ ഒരു മുറി അല്ലെങ്കിൽ 2 മുറി ഇതിനകത്താണ് അവർ കിടക്കണം, ആഹാരം പാചകം എല്ലാതും. അപ്പം അങ്ങനെയൊക്കെ അതിനനുസരിച്ച് അടുക്കളയ്ക്കകത്ത് തന്നെ വിളക്ക് എത്തിച്ച് പൂജ ചെയ്യുന്ന എത്രയോ വീടുകളുണ്ട്. ബ്രാഹ്മിൻസൊക്കെ അങ്ങനെ ചെയ്യും. ഓക്കെ സാർ, നമുക്ക് ഇതിന്റെ ബാക്കിയിലേക്ക് വരാം. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ലൂണാസ് ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. ലൂണാസ് പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ. വേണോ? ആ എങ്കിലും തൊട്ടേ പറ്റൂ. ശരി, അയ്യേ അങ്ങനെയല്ല സിലി, ഇങ്ങനെ ഇന്നാ. ശരി, ട്വിസ്റ്റ് ചെയ്യൂ. ഇനി ലിക്ക് ചെയ്യൂ. വാവ്, ചോക്ലേറ്റി. ഇനി ഡങ്ക്. ആഹാ, ശരി. ഇനി എന്റെ ഹെയർ ബാൻഡ് താ. ആദ്യം ഓറിയോ. പുതിയ ഓറിയോ ചോക്കോ ക്രീം ഫ്രം കാഡ്ബറി. എണ്ണിയാലൊടുങ്ങാത്ത വളകളുമായി ബാംഗൽ ഉത്സവ് കല്യാൺ ജുവലേഴ്സിൽ
ബാംഗൽ ഉത്സവ് കല്യാൺ ജുവലേഴ്സിൽ ഡിസംബർ 15 വരെ. നിങ്ങളെ കാത്തിരിക്കുന്നത് ജോൺസൺ മാഷിന്റെ ഒത്തിരി മെലോഡീസ് ആയിട്ടുള്ള സോങ്സ് തന്നെയാണ്. ആണോ ഇപ്പഴേ പറഞ്ഞു തുടങ്ങിയല്ലേ? പാവ ചേട്ടൻ അതിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മധുരം ജീവാമൃതബിന്ദു. സംഗീത വ്യക്തിത്വങ്ങളുടെ മാന്ത്രിക സ്പർശമേറ്റ മധുരഗാനങ്ങൾ, ഒരു തൂവൽ സ്പർശം എന്ന പോലെ. ഫെദേഴ്സ് ഇന്ന് രാത്രി 10 മണിക്ക്. സാറ്റർഡേ മൂവി ഫെസ്റ്റ്. ഞാനത്ര മോശക്കാരിയൊന്നുമല്ല, കുറച്ച് നല്ലവളാ. കാശ്മീർ ഇന്ത്യയിൽ തന്നെയല്ലേ? ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് പോകുന്നതിന് എന്തിനു ഭയപ്പെടുന്നത്? ഋഷികുമാർ എന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയർ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇവിടെ എന്താ നടക്കുന്നത് നിനക്കറിയാമോ? അതിൽ എത്ര പേര് മരിച്ചു എന്ന് നിനക്കറിയാമോ? സാറ്റർഡേ മൂവി ഫെസ്റ്റ് റോജ ശനി രാവിലെ 11:30. KSFE ഭാഗ്യവർഷ ചിട്ടികൾ സാറ്റർഡേ മൂവി ഫെസ്റ്റ് ബ്രോട്ട് യു ബൈ KSFE. വിശ്വസ്തം, സുരക്ഷിതം. വെള്ളിത്തിരയിലെ ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് യാഥാർത്ഥ്യത്തിലെ വീട്ടമ്മ. ഒരു ഉത്തമ വീട്ടമ്മയെ കണ്ടെത്താൻ അവരവരുടെ വീടുകൾ തന്നെ എത്തണം. ഒളിഞ്ഞിരിക്കുന്ന പാചക നൈപുണ്യം, കുടുംബ പരിപാലനം, കലാവാസന, വീട് മനോഹരമാക്കുന്നതിലുള്ള പങ്ക്, തിളക്കമാർന്ന സുഹൃത്ത് ബന്ധങ്ങൾ, സാമൂഹിക ജീവിതം, ഇവയെല്ലാം പങ്കുവയ്ക്കാവുന്ന ഉത്തമയായ വീട്ടമ്മയാണോ നിങ്ങൾ? എങ്കിൽ പങ്കെടുക്കാം കേരളത്തിന്റെ ഗൃഹലക്ഷ്മിക്കായി. നിങ്ങളുടെ ഫോട്ടോയും കുടുംബത്തിന്റെ ഫോട്ടോയും ഒപ്പം വീടിന്റെ ഫോട്ടോയും ഉൾപ്പെടെ ഞങ്ങൾക്ക് എഴുതൂ. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ഗൃഹലക്ഷ്മി, ജയ്ഹിന്ദ് TV, കരിമ്പനാൽ ആർക്കേഡ്, ഈസ്റ്റ് ഫോർട്ട് PO, തിരുവനന്തപുരം 695002.